കൊറോണ വൈറസ് കേട്ടിട്ടുണ്ടോ? അതിനേക്കാട്ടിലും വലിയൊരു വൈറസ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിക്കോ ആ വൈറസിനെ പറ്റി എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കേട്ടാ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വൈറസ് എന്താണെന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ വൈറസ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ വൈറസിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. എന്താ ആ വൈറസ് എന്ന് വെച്ചാൽ കമൻറ്റ്. നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്നതിന് ഒരുപക്ഷെ ചികിത്സിച്ചാൽ മാറിയേക്കാവുന്ന ഒരു വൈറസാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആ വൈറസിന് കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വൈറസ് ഉണ്ടല്ലോ, നമുക്ക് കമൻറ്റ് എന്ന് പറയുന്ന വൈറസ്, അതിന് ഒന്നിന് മറുപടി കൊടുത്താൽ പിന്നെ അടുത്തതിന് കൊടുക്കേണ്ടി വരും, അടുത്തതിന് കൊടുക്കേണ്ടി വരും, അടുത്തതിന് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതിന് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പാഷനായിട്ടുള്ള ഒരു ജോലി, എൻ്റെ കുടുംബം ഒന്നായിട്ട് എടുത്തൊരു ജോലി, ഇപ്പോഴും എൻ്റെ കുടുംബത്തിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയെ തരം താഴ്ത്തി തരം താഴ്ത്തി തരം താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഡ്രൈവിംഗ് അറിയുന്ന, വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത് സഹിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനൊരു മറുപടി പറഞ്ഞേക്കാമെന്ന് കരുതി. അയ്യോ പോയി. അപ്പം ഞാൻ മാത്രമല്ല, ദേ ഒന്ന് നേരെ ഇരുന്നേ. അപ്പം ഞാൻ മാത്രമല്ല, ദേ മറുപടി പറയേണ്ട ആളും കൂടി ഉണ്ട്, ആളും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവന് ആളെ കൊല്ലുന്ന വണ്ടിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി ഇവൻ ഇന്ന് രാവിലെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ വന്ന മറ്റൊരു കമന്റ് ഉണ്ട്. അതിനുള്ള മറുപടിയാണ് അരുണ് ഇവിടെ കൊടുക്കേണ്ടത്. കമന്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. മറുപടി ഏതായാലും ആദ്യം ഒന്ന് വായിച്ചിട്ട്. കേരള ടീക്ക് ലോക്സ് ഡ്രൈവർമാർ ഫ്രീ ആയി ജോലി ചെയ്യുന്നില്ല. ജോലി കൊടുക്കുന്നവന്റെ പണം മോഹിച്ചും ജോലി ചെയ്യുന്നല്ലാതെ നീ ഫ്രീ ആയി സേവനം ചെയ്യുന്നുണ്ടോ? ആരാ അവിടെ ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നത്? ആരെങ്കിലും ഒരാളെ പറഞ്ഞുണ്ടോ? ആംബുലൻസിന്റെ ഡ്രൈവർ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. അവന്റെ കുടുംബത്തിൽ താരി വാങ്ങണ്ടേ? പിന്നെ ഇവനിപ്പൊ ഇട്ട കമന്റിന്റെ എന്തിനാണ് ഇത് മറുപടി ഇട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഇന്ന് രാവിലെ അത് മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശിച്ചത്? ഡ്രൈവർമാർ ഫ്രീ ആയി ജോലി ചെയ്യുന്നില്ല. ശരി, എന്നാ പിന്നെ ഡ്രൈവർമാർ ഫ്രീ ആയി ജോലി ചെയ്യാം. ഈ കേരള ടീക്ക് ലോക്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്കാ ഇൻസ്റ്റയാ ഫേസ്ബുക്കാ ഈ ഫേസ്ബുക്കിലുള്ള ID ഉള്ള അവൻ്റെ തന്തയും തള്ളയും ചെലവിന് ഡ്രൈവർമാർക്ക് അല്ല അറിയായിട്ട് ചോദിച്ചാട്ടോ. ഞാനൊരു ഡ്രൈവറാ, പിന്നെ ഒരുവിധം എല്ലാവരും ഡ്രൈവർമാരാ. ഈ ഡ്രൈവർമാരൊക്കെ ഫ്രീ ആയി ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്താ ഈ പറയുന്ന ചെലവിന് കൊടുക്കുവോ? ജോലി കൊടുക്കുന്നതിന്റെ പണം മോഹിച്ചും ജോലി ചെയ്യുന്നു. ജോലി ഇമ്പക്ക് ആരാണോ പൈസ തരുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേണ്ടത്. എൻ്റെ അറിവില്ലാതാട്ടോ. ഞാനിപ്പം എന്താ പറയുക, മോദിജിനെ കൂടെ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ മോദിജിൻ്റെ കൂടെ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ മോദിജിൻ്റെ ഒപ്പം പോയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഞാൻ പറയാം, എന്നാൽ ശരി കേട്ടോ, എനിക്ക് മറ്റവരും പൈസ തരുന്നുണ്ട്, അങ്ങനെ ആരെയും പോവോ? നമുക്ക് ആരാണോ പൈസ തരുന്നത് നമുക്ക് ഓരോടെ കൂറുണ്ടാവുക. ഒന്നത് പിന്നെന്താ, അല്ലാതെ നീ ഫ്രീ ആയി സേവനം ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരാളും ഫ്രീ ആയിട്ട് സേവനം ചെയ്യല്ല, പക്ഷെ ചെയ്യലുണ്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആരും ഫ്രീ ആയിട്ട് ചെയ്യലില്ല, ചെയ്യുന്നവരും ഉണ്ട്. ഞാനൊക്കെ കണ്ടമാനം വെറുതെ ഓടിക്കൊടുത്തേക്ക് കമ്പനി ബേസിലും പിന്നെ അമ്പനിക്കാരന്റെ കല്യാണത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പാവപ്പെട്ട കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് പോകുന്ന സമയത്ത് വാഹനം ഏൽപ്പിക്കുമ്പം വാഹനത്തിന്റെ ബത്ത ഇവൻ വാങ്ങാറില്ല. അത് ഇവനെക്കാട്ടിലും നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഞാനല്ല ഒരുവിധം കമ്പനിക്കാരാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും നാട്ടിൻ പുറത്താണെങ്കിലും അവരൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നീ എന്തുദ്ദേശത്തിലാണ് ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? നീ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു, നീ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമോ? നീ ഇപ്പോൾ ഈ പറഞ്ഞ ഈ വൃത്തികെട്ട തന്തയ്ക്ക് ജനിക്കാത്ത മേ ബി ഇപ്പോൾ ഒരു ഓഫീസിലെ മാനേജറാ, ഓനാളാ ജീവിതകാലം മുഴുവൻ വെറുതെ പണിയെടുത്ത് കൊടുക്കുമോ? അതിനൊരു ഉത്തരങ്ങൾ ഇതുണ്ടോ?
ഓനെ പോട്ടെ, ഈ നിൽക്കുന്ന ജസ്ന, ഇവള് കണ്ണനെ വരയ്ക്കുന്നുണ്ട്. ഇവള് ഏറിപ്പോയാൽ ചിലപ്പോൾ 4-5 ആൾക്ക് വെറുതെ കൊടുത്തു വിചാരിക്കാം. ഒരു 100 ആൾക്കാർക്കും വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവക്ക് ഈ പെയിന്റും ഇതൊക്കെ ആൾക്കാർ വെറുതെ തരുമോ? അതും പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഈ ലോകത്ത് ഒരാളും വെറുതെ പണിയെടുക്കുന്നില്ല, എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഈ പറയുന്ന തന്തയ്ക്ക് പിറക്കാത്ത എന്തായാലും ഒരു സെക്കൻഡ്, ഈ ചെറിയൊരു മറവി ഉള്ളതുകൊണ്ട് ചെറിയ മറിയല്ല, കേരള ടിക്ലോക്സ് എന്ന് പറഞ്ഞ ഈ ഡാഷ് മോന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ലോകത്ത് ഏതൊരാളാണെങ്കിലും പണിയെടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം പൈസ ആഗ്രഹിച്ചിട്ടല്ല, ആ പൈസ കിട്ടിയിട്ട് വേണം അവരെ വീട്ടിലേക്ക് ചെലവിനും ഇതാക്കാനും കൊണ്ടുപോകാൻ. കാരണം അവിടെ അമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും, പെങ്ങളുണ്ടാവും, ചിലപ്പോൾ അനിയത്തി ഉണ്ടാവും, ചിലപ്പോൾ നായ്ക്കുട്ടി വരെ കല്യാണം ഉണ്ടാവും. എനിക്ക് രാവിലെ മഞ്ഞ് കൊണ്ടിട്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന. അപ്പം അതുകൊണ്ട് ഇപ്പം ഒന്നും വേണ്ട, ആരെയും പറയണ്ട, എല്ലാവരും വെറുതെ പണിയെടുക്കാൻ വിചാരിച്ചോ. ശരി, കേരള ലോക്സ് എന്ന് പറഞ്ഞ ഈ മണോണഞ്ച മോനെ, നീ നിന്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയൊന്നും പണിക്ക് പോകുന്നില്ല, നീ മാത്രമേ പണിക്ക് പോകുന്നു. അപ്പോൾ പറയാം, എനിക്കിന്ന് പൈസ വേണ്ടല്ലോ, എനിക്കിന്നല്ല, ഇനി അങ്ങോട്ട് പൈസ ഒന്നും വേണ്ട, ഞാൻ അച്ഛനും അമ്മയും പട്ടിണി കിടന്നോളൂ, ഞാൻ വെറുതെ പണിയെടുക്കാമെന്ന് പറയുമോ? നിന്റെ വീട്ടിലും ഇതേമാതിരി ഒരു പെങ്ങളോ ആങ്ങളെയോ അച്ഛനോ അമ്മയോ എന്തേ സുഖമില്ലാണ്ടായാലോ അല്ലെങ്കിൽ കല്യാണം ആയാലോ നീ പൈസ ഇല്ലാണ്ട് എങ്ങനെ കഴിപ്പിക്കും? അപ്പോൾ അനക്കും പൈസ വേണം, അനക്ക് നല്ല ഈ ലോകത്ത് എല്ലാവർക്കും പൈസ വേണം, എല്ലാവരും പണിയെടുക്കുന്ന പണമാണ് എന്തിനേക്കാട്ടിലും വലിയ മുഖ്യമായിട്ടുള്ള കാര്യം. പിന്നെ ഈ അയച്ച മെസ്സേജിന് എനിക്ക് മറുപടി എനിക്ക് വേറെ ഒന്നും തരാൻ ഇല്ലായിട്ടല്ല. ഒരു ഡ്രൈവർമാരും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പണിയെടുത്ത് നോക്കണം, ആ ഒരു ഫീൽഡിൽ വന്നിട്ട് ആ ഒരു പണി എടുത്ത് നോക്കണം, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലായി. ഇതിന് മുമ്പ് എന്തോ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചേട്ടൻ സ്റ്റേജിന് പോകുന്നു പറയുന്നത്, ഈ ലോകത്ത് തെങ്ങുമ്മ കയറുന്നവന് വരെ മടി കാണിക്കാം, പകുതി വരെ കയറിയിട്ട് അന്ന് കയറണ്ട, തായിറങ്ങി പോരാ. ഇനിയിപ്പോൾ ജസ്ന, ഇവള് വരയ്ക്കലുണ്ട് ജസ്മോള്, ഈ വരയ്ക്കുന്ന ഇവള് പകുതി വെച്ചിട്ട് കണ്ണൻ്റെ കണ്ണ് വരെ വരച്ചിട്ട് ഇനിയിപ്പോൾ എന്താ കണ്ണല്ലേ, ഇനി നാളെ വരയ്ക്കാം, ഇവക്കും നിർത്താം. ഇനിയിപ്പോൾ താഴത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള പീഡിയ കച്ചവടമുള്ള ആൾക്കാർക്കും പകുതി വെച്ചിട്ട് നിർത്തിപ്പോവാം. പക്ഷേ ഒരു ഡ്രൈവർക്ക് പകുതി വെച്ച് നിർത്തിപ്പോവാം, പക്ഷേ ഒരു ബ്രേക്ക് ചവിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചവിട്ടാം, അങ്ങനെ പറയൂല. ഇനിയിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടീൻ്റെ മുമ്പിൽ ഒരു വണ്ടി വന്ന് ചവിട്ടി, ഓൻ ചവിട്ടിക്ക്, ഇനി ഞാൻ ചവിട്ടുന്നൊന്നുമില്ല, മടി കാണിക്കാൻ പറ്റൂല. ബസ് പണി എന്നല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊരു പണിക്കും നമുക്ക് മടി കാണിക്കാം. ഇപ്പം ഞാൻ അതിനെ തെങ്ങുമ്മ കയറുന്ന ഉദാഹരണം പറഞ്ഞു, തെങ്ങുമ്മ കയറി നിൽക്കുന്ന മുകളിൽ വരെ എത്തിയിട്ട് ആടെ ഒരു എന്താ പറയുക തേനീച്ചക്കൂട് കണ്ട അവർക്ക് ഇറങ്ങിപ്പോരാ. അതേ സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചു കൊടുക്കുമ്പോൾ മുമ്പിൽ ഒരാൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ചവിട്ടാം, ഓൻ ചവിട്ടിക്ക്, ഞാൻ ചവിട്ടൂല എന്ന് പറയൂല. കാരണം മടി കാണിക്കാൻ പറ്റാണ്ട് പണിയെടുക്കാൻ പറ്റിയ ഒറ്റ ഫീൽഡ് ഡ്രൈവിങ് പണിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, എന്നാലും വേറൊരാൾ പറഞ്ഞത് ഞാൻ കേട്ട് പറഞ്ഞു. അപ്പം അതിനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഏതൊരു ഡ്രൈവർമാർക്ക് അതിൻ്റെതായ അധ്വാനമുണ്ട്. ഏതൊരു ജോലിക്കും ഞാൻ പറയില്ല, ഏതൊരു ജോലിനെക്കാട്ടും ഡ്രൈവിംഗ് പണി റിസ്ക്. ആ ഡ്രൈവിംഗ് സീറ്റിലൊന്നും ഇരുന്ന് നോക്കണം, അതിന്റെ ചൂട് എത്രത്തോളമാണ് എന്നുള്ളത് ഇരുന്ന് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അത് ഇവിടെ പറഞ്ഞ ഉദ്ദേശം അതല്ല. ഇരുന്ന് നോക്കുക പറഞ്ഞാൽ ഏതൊരാൾക്കും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാം. പക്ഷേ ഒരു ദിവസം ഡ്യൂട്ടി എടുത്ത് നോക്കിയാൽ അറിയാം ഏതൊരു ഡ്രൈവർമാരെയും കഷ്ടപ്പാടും അതിൻ്റെ വില. ഇവർ കഴിഞ്ഞ ദിവസം ഒരു മണവണാഞ്ചൻ വീഡിയോ ഇട്ടിക്ക്, ആളെ കൊല്ലുന്ന ബസ്സിൽ നിന്ന്. ഞങ്ങളുടെ റൂട്ടിൽ നിന്നല്ല, ഒരു റൂട്ടിൽ ഒരാളും ആളെ കൊല്ലാൻ നിൽക്കൂല. കാരണം ഓരോ നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കറിയോ, നമ്മൾ ഒരു 50 കിലോമീറ്റർ ഓടണമെങ്കിൽ 2 മണിക്കൂർ ആ വണ്ടീൻ്റെ കുത്തിരിക്കണം. ആ 2 മണിക്കൂർ വണ്ടീൻ്റെ അകത്ത് കുത്തിരിക്കുമ്പോൾ വെയിലിൻ്റെ ചൂട്, ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചൂട്, റോഡിൻ്റെ ചൂട്, എല്ലാ ചൂടും നമ്മളെ ശരീരത്തിലേക്ക് അടിച്ചിട്ട് ഷർട്ടൊക്കെ ഉണ്ടല്ലോ, കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തുകയാണെങ്കിൽ പീഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊലിക്കും, അത്രത്തോളം വെള്ളം ഉണ്ടാവും. അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഏതൊരു ഡ്രൈവർ ഒരുവിധം മിക്ക ഡ്രൈവർമാരെയും ശരീരം നോക്കി നോക്ക്, ഇവിടുന്ന് താഴോട്ട് കറുത്തിട്ടായിരിക്കും. ഇത് നോക്കി നിങ്ങളാ കണ്ടില്ലേ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളറാ. ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനേ നല്ല കേട്ടോ, പല ഡ്രൈവർമാരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഡ്രൈവർമാരെ പറ്റിയിട്ട് വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ട് ഒന്നും കിട്ടാല്ല. നാളെ ഒരു പക്ഷേ നീയോ നിന്റെ അച്ഛനോ അമ്മയോ വീണ് കിടന്ന ഈ പറയുന്ന ഡ്രൈവർമാരെ ഉണ്ടാവും.
അതും കൂടി മനസ്സിലായിക്കോ. അവിടെ ഒരു വണ്ടിയോ അവിടെ ഒരു വണ്ടിയുടെ ഡ്രൈവറും ഇല്ലെങ്കിൽ നാളെപ്പം ഈ പറഞ്ഞ ആളെ അച്ഛനമ്മനെ ഞാൻ പറയുന്നില്ല, പാവണ്ട ഉണ്ടാക്കി പോയെന്നൊരു തെറ്റാ. ഈ പറഞ്ഞ ഡാഷ് മോൻ നാളെ എവിടെയെങ്കിലും വീണ് കിടന്നാൽ ഒരു ഡ്രൈവർ വന്നെടുക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈവറാ ഞാൻ കയറൂല അങ്ങനെ പറയുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ ആ വണ്ടി കയറി ജീവൻ രക്ഷിക്കാൻ നോക്കുമോ? ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ജാതി പറയുന്നത് പറഞ്ഞിട്ട് ഇപ്പം മുസ്ലിം, ക്രിസ്ത്യൻസ്, ഹിന്ദു, ഈ മൂന്നാളും മൂന്ന് സ്ഥലത്ത് വീണ് കഴിഞ്ഞാലും എടുക്കുന്നത് ചിലപ്പോൾ മൂന്ന് ആൾക്കാരായിരിക്കും. അപ്പോൾ ഒന്നും ജാതി നോക്കൂല. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ജീവൻ്റെ വില അറിയുന്ന ഒരാളാണ് ഡ്രൈവറും. അപ്പോൾ ഒരിക്കലും ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർമാരും പണിയെടുക്കൂല. അത് നേരത്തെ പറഞ്ഞ നായിൻ്റെ മോനുള്ളത്. ഇതിപ്പോൾ പറഞ്ഞ നായിൻ്റെ മോനെ എന്നോട് പറയാനുള്ളത്, ഏതൊരു ഡ്രൈവർമാരെ പുച്ഛിച്ചിട്ട് നാളെ ഒരു ദിവസം കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ തിരിച്ചടി എനിക്ക് വരും. നോക്കിക്കോ, നീ ഡ്രൈവറാ ഇപ്പോൾ പുച്ഛിച്ച് വർത്താനം പറയുന്നത്, നീ നാളെ കാല് തൊട്ട് മന്നിക്കുന്ന ദിവസം വരും. അന്ന് എനിക്ക് മനസ്സിലാവും. വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ തെണ്ടിപ്പണി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ബസ് ഒരു ദിവസം നിലച്ച് പോയാ നിങ്ങൾ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ബസ് പോകുന്നതിനെ കൊണ്ട് ഇവള് ബസ്സുകാരെ പറ്റി പൊക്കി പറയല്ല. ഞാൻ ബസ് പോകുന്നതിനെക്കാട്ടിലും മുമ്പ് ഇവളെ വാപ്പ മൂപ്പരു ഡ്രൈവറാ. വാപ്പന്റെ വാപ്പ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട്, ഉമ്മയുടെ വാപ്പ ഡ്രൈവറാണ്. ഇപ്പൊ നമുക്ക് കഞ്ചാവ്, MDMA, ആൻസ് അങ്ങനെ കണ്ട എല്ലാ സാധനം കിട്ടിയാലോ ചില ആൾക്കാർക്കുണ്ടല്ലോ വണ്ടി അതാ ലഹരി. വണ്ടീന്റെ അത്ര ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയില്ല. വണ്ടി ഇപ്പൊ വണ്ടി കൊണ്ടു തന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ MDMA കഞ്ചാവും സാധനം കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ ഒരു വണ്ടി ഓടിക്കും. അതൊരു ലഹരി വേറെയാ. എല്ലാവരും അത് ഏറ്റെടുക്കാണ്ട് ചില ആൾക്കാർ അത് ഏറ്റെടുക്കാനുള്ള കാരണം എന്താ അറിയോ? അവരുടെ ശരീരത്തിൽ അലിഞ്ഞു ചേറിയ സംഭവമാണത്. വണ്ടിയെ നമ്മൾ ഒഴിവാക്കുന്നിടത്തോളം കാലം വണ്ടി നമ്മളുടെ കൂടെ ഉണ്ടാവും. നേരെ മറിച്ച് മറ്റൊന്നും അങ്ങനെയല്ല. കുടുംബം അങ്ങനെയല്ല, കൂട്ടുകാരങ്ങനെയല്ല, ഗേൾ ഫ്രണ്ട് അങ്ങനെയല്ല, ബോയ് ഫ്രണ്ട് അങ്ങനെയല്ല. അവരെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ എല്ലാവരും പറഞ്ഞ ചില ആൾക്കാരൊക്കെ വണ്ടി ചതിക്കുന്നു. ഒരിക്കലും വണ്ടി ചതിക്കൂല. നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടീനെ സ്നേഹിച്ചിട്ട് വണ്ടീനോട് വർത്താനവും കാര്യമൊക്കെ പറഞ്ഞ് വണ്ടി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കൂടെ പോകും. എന്നാൽ വണ്ടിക്ക് എന്താ കണ്ണാടി ഇല്ലേ? രണ്ട് കണ്ണുണ്ട് ആ ഹെഡ്ലൈറ്റ്, 2 ചെവി ആ കണ്ണാടി, എന്തൊക്കെ സാധനം ഉണ്ട്, ബമ്പർ, 2 കാല്, 2 കൈ മുമ്പിലും 2 കാല് ബാക്കിലും, എഞ്ചിന് പവർ, മറ്റേത് മറിച്ച് ഒരു ജീവൻ പോലെ തന്നെയല്ലേ വണ്ടിയും. അതുകൊണ്ട് വണ്ടി ഒരിക്കലും ചതിക്കില്ല. വണ്ടീനെ സ്നേഹിച്ചാൽ വണ്ടിയും ചതിക്കൂല. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത കമൻറ്റ് വരും, വണ്ടീനെ സ്നേഹിച്ചിട്ട് വണ്ടി ചതിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ആളെ കൊല്ലുന്നത്. ശരാശരി 10 ഇഞ്ച് വീതിയുള്ള റോട്ടിൽ ഒരു ഭാഗത്ത് 2 ഇഞ്ച് ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡ് 2 ഇഞ്ച് ഭാഗത്ത് ബൈക്കും, അടുത്ത ലെഫ്റ്റ് സൈഡ് 2 ഇഞ്ച് ഭാഗത്ത്, റൈറ്റ് സൈഡ് 2 ഇഞ്ച് ഭാഗത്ത് വേറെ ബൈക്കും. അപ്പോൾ 10 ഇഞ്ച് വീതിയുള്ള വണ്ടിയിൽ 2 ഇഞ്ച് പോയ 6 ഇഞ്ച് വീതിയായി. ഈ 6ൽ രണ്ട് ഓപ്പോസിറ്റ് പോകുന്ന വണ്ടിയും കൂടി 3 ആവും. ഈ 3 ഗ്യാപ്പിൽ 4 ഇഞ്ച് വീതിയുള്ള വണ്ടി എങ്ങനെ പോകും? ആലോചിച്ച് നോക്ക്. ഈ 6 ഇഞ്ച് ഗ്യാപ്പുള്ള 6 ഇഞ്ചാണെന്ന് കൂട്ടിക്കോ റോഡിന് വീതിയുള്ളതും. ഈ 2 ഭാഗത്തും വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 3 ഓപ്പോസിറ്റ് പോകണമല്ലോ. ഒരു വണ്ടിക്ക് ശരാശരി ഒരു വണ്ടിക്ക് 4 ഇഞ്ച് വീതി ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഓപ്പോസിറ്റ് പോകുമ്പോൾ എങ്ങനെ പോകും? നമ്മൾ റോഡ് വികസിച്ചെന്ന് പറഞ്ഞാൽ റോഡ് വികസിച്ചിട്ട് മാത്രം കാര്യമില്ല. ഈ റോട്ടിൽ ഇങ്ങനെ അറിയോ, 2 ഭാഗത്തും വണ്ടി നിർത്തിയിടുന്ന സാഹചര്യങ്ങളുണ്ട്. 2 ഭാഗത്തും, ഒരു സൈഡിലല്ല. ഒരു സൈഡിൽ ഒരു പിക്കപ്പ് നിർത്തിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാർ കൊണ്ട് നിർത്തും. അപ്പോൾ സാമാന്യ ഒരു വിവരം ഉണ്ടെങ്കിൽ ചിന്തിക്കാം, ഇവിടെ പിക്കപ്പ് ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ വണ്ടി എടുത്തിട്ട് ഗ്യാപ്പ് കുറഞ്ഞ്. അപ്പോൾ എന്താക്കുക, കുറച്ചുകൂടി പിക്കപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടാണെങ്കിൽ വണ്ടി പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അത് ചെയ്യൂല. പിന്നെ എങ്ങനെയാണ് ഈ കുറ്റ്യാടി കോഴിക്കോടും, കണ്ണൂർ കോഴിക്കോടും, പാലക്കാട് കോഴിക്കോടും, തൃശ്ശൂർ കോഴിക്കോടും ഈ ലോകം കണ്ട വണ്ടിക്കാരൊക്കെ എങ്ങനെ പോകാനാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ എന്താക്കണം, ഒരു നിയമം വരണം, ബസ് പോകാൻ മാത്രം റൂട്ട്, വേറൊരു വണ്ടി അവിടെ പാടില്ല. യാത്രക്കാരൊക്കെ വന്ന് നിൽക്കുക, കയറുക, ഇറങ്ങുക. അന്നാ ഒരു അപകടം ഈ ലോകത്തുണ്ടാവില്ല. ഇത് ബസ് പോകുന്ന സ്ഥലത്തുകൂടി സൈക്കിള്, ആൾക്കാർ നടന്നു പോകുന്നു, ഓട്ടോറിക്ഷ, ജീപ്പ്, കാറ്, ട്രാക്ടർ, JCB, വലിയ വണ്ടി, മരം വണ്ടി, എല്ലാ സകല സാധനവും ഇവിടെ പോകും. പിന്നെ എങ്ങനെയാ നിങ്ങൾ തന്നെ ഒരുവിധ ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക്. നമ്മുടെ എല്ലാ റൂട്ടും, കണ്ണൂർ കോഴിക്കോട് ഇപ്പോൾ ദേശീയപാത വന്നതിനെക്കൊണ്ട്, അതല്ലാണ്ട് എല്ലാ റൂട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതൊരു റൂട്ടിലാണ് വീതി കൂടിയ റോഡുള്ളത്?
അപ്പോൾ ആ ഇട്ടാവട്ട റോഡിൽ കൂടി ആൾക്കാരെയും ശ്രദ്ധിച്ച് ആൾക്കാരെ ഇറക്കി കയറ്റി മുതലാളിക്ക് പൈസ കൊണ്ടു കൊടുക്കാനും ഓൻ്റെ വീട്ടിലേക്ക് അന്നം വാങ്ങാനും മരണക്കളി കളിച്ച് കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച് കണ്ടോരെ പൊലിയാട്ടും കേട്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. എന്നിട്ട് അവര് കൂലി വാങ്ങാണ്ട് പോരെ അവർ കൂലി വാങ്ങാണ്ട് പുറേ പോയി കഴിഞ്ഞാൽ എന്തെന്നാ അതിൽ അർത്ഥമുള്ളത്? എനിക്കൊക്കെ കണ്ടമാനം കെട്ടിക്ക്, ഒരു കാരണമില്ലാണ്ട് തെറി കെട്ടിക്ക്. ഒന്ന് വണ്ടിയുമ്പോൾ ഓൺ അടിച്ചാൽ ചില ആൾക്കാരുണ്ട്, ഓൺ അടിച്ച് കഴിഞ്ഞാൽ മുമ്പിലിട്ട് ചവിട്ടി കളിക്കുക. എന്തോ ബസ് കൊണ്ടുവച്ച് ബൈക്കിന് തട്ടിയിട്ടുണ്ടെങ്കിൽ ബൈക്ക് ബസ്സുകാരൻ മരിക്കുന്നുള്ള ചിന്താഗതിയാണ്. ഏത് നമ്മൾ മുന്നിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ രണ്ട് ഓൺ അടിച്ചിട്ടുണ്ട് ഒറ്റ ചവിട്ടാ. കാരണം ബസ്സാണ്, ആളെ കയറ്റി വരുന്നതാണ്. 49, 50, 60 ആളുണ്ടാവും. ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം നെട്ടും ബോൾട്ടിൽ ഓടുന്ന സാധനമാണ്. ഓന് ചിലപ്പോൾ 2 വീലായിരിക്കും, ഓന് ചവിട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ബസ്സിന് കിട്ടിയെന്നില്ല. പക്ഷേ ആ ബൈക്കിന് ബസ് കൊണ്ട് ചിടിച്ചിട്ടുണ്ടെങ്കിൽ ബസ്സുകാർ മരിക്കൊന്നുമില്ല, ബൈക്കേ മരിക്കും. അപ്പോൾ അതൊക്കെ തെറ്റാണ്. എത്ര ആൾക്കാർ അങ്ങനെ മുമ്പിലിട്ട് ബ്ലോക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ കാര്യത്തിനാണ്? ആ ഒരു കാറിലുള്ളവരാണെങ്കിലും ബസ്സുകാർ, ബൈക്കിലുള്ളവർ, ഓട്ടോറിക്ഷയിലുള്ളവരാണ്, അവർക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് സൈഡ് വെച്ച് കൊടുത്താൽ ബസ്സിന് പോവാം. ബസ്സിന് ഏറിപ്പോയാൽ 5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള റൂട്ടാണ് ബാലുശ്ശേരി കോഴിക്കോട്. ഈ പറയുന്ന ഡാഷ് മോനെ ഇങ്ങൊക്കെ അതിലോട് പണിയെടുത്ത് നോക്ക്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, അതിൽ പണിയെടുക്കുന്ന ഡ്രൈവർ ആൾക്കാരോട് ചോദിച്ചു നോക്കും ഓരോ കഷ്ടപ്പാട്. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു 1000 ഉറുപ്പിയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരു പെടുന്ന കഷ്ടപ്പാട് ആലോചിച്ചൊക്കെ ആ റോട്ടിൽ കൂടി, ചെറിയ റോട്ടിൽ കൂടി പോകുന്നത്. ഇതൊക്കെയാണ് ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ. ഞങ്ങളാരും ഞങ്ങളെ കൊല്ലാനോ ഇതാക്കാനോ ഒന്നും വരുന്ന ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളേതായ രീതിയിൽ പൈസയ്ക്ക് രാവിലത്തെ പണിക്ക് വരണം, വൈകുന്നേരം പോകുമ്പോൾ കൂലി കിട്ടണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ 10 ആൾക്കാരെ കൊന്നിട്ട് ഞാൻ ഇന്ന് വരും, അപ്പോൾ അടുത്ത ഇനി 10 ആളെ കൊന്നു, ഞാൻ എന്നാൽ 14 ആളെ കൊല്ലും. അങ്ങനൊന്നും ആരും വരില്ല ഏട്ടാ, ഒരാളും വരില്ല. ഒരു അണ്ണാൻകുട്ടി റോഡ് കൂടി ക്രോസ് ചെയ്താലുണ്ടല്ലോ ആ ചവിട്ടി പെരുക്കി അടിച്ച് നിർത്തും, അറിയോ? അങ്ങനെ നിർത്തിയിട്ട് കണ്ടമാനം വണ്ടി ബാക്കിൽ വന്ന് കുത്തി അതുണ്ട്. അതെന്തുകൊണ്ടാ? ബസ് നിർത്തിയിട്ടല്ല. ചില ആൾക്കാരുണ്ട് ബസ്സിൻ്റെ മൂട്ടിൽ തന്നെ ഇങ്ങനെ പോകുന്നു, ഏത് ഉമ്മ വെച്ചുകൊണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് തട്ടുന്നത്. ഇപ്പോൾ മുമ്പിലുള്ളവനെ കാണാം, പിന്നെ ബസ്സിന് അങ്ങോളം കാണാം. ബസ് പോകുന്നതിൽ കാറും ബൈക്കും പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കാണാനാവില്ല. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പോയാൽ തട്ടലും ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളാണിത്. പെട്ടെന്നൊരു ഒരാൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണും, ഞങ്ങൾ ചവിട്ടും. അപ്പോൾ അതിനെ പാസ് ചെയ്തിട്ടായിരിക്കും ബൈക്ക് പോവുക, റോക്കറ്റ് മാതിരി, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ, ജീപ്പ്. ഇവരത് കാണൂല. കാരണം ബസ്സിൽ ഡ്രൈവർമാരാണെങ്കിലും ലോറി ഡ്രൈവർമാരാണെങ്കിലും ഓരൊക്കെ എപ്പോഴും ഹൈറ്റിലാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നത് ഞാൻ ഇതിൽ മെസ്സേജ് അയച്ച ഈ ഡാഷ് മോനോടാണ്. ഒരു ദിവസം നീ പണിയില്ലാണ്ട്, അതായത് പൈസ ഇല്ലാണ്ട് ഒന്ന് പണിയെടുത്ത് നോക്കുക, ഒരു പൈസയും വാങ്ങാണ്ട്. പിന്നെ നേരത്തെ ഇവള് പണിയെടുത്ത് തന്നെ ഞങ്ങളും പണിയെടുത്തേക്ക്. പൈസ ഇല്ലാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടീനെ പോലെ ഇത് ചോറും ചായയും മാത്രം കഴിച്ചിട്ട് ഈ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഓടുമ്പോൾ കണ്ടമാനം ഓട്ടം ഞങ്ങൾ നല്ല കേട്ടോ, സകല ജില്ലകളിലെ ആൾക്കാർ ഓടലുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കൊണ്ടോട്ടി, എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും എല്ലാവരും ഓടലുണ്ട്. ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഓടുമ്പം ഞങ്ങൾ ഇപ്പോൾ 10,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ 5,000 കിട്ടിയുള്ളൂ, അങ്ങനെ കൊടുക്കൊന്നുമില്ല. 10,000-ൻ്റെ കൂടെ ഞങ്ങളെ കൂലിയും കൂടി ഉണ്ട്, അറിയോ? ഒരു ഡ്രൈവർക്ക് 2,000 ഉറുപ്പിയാണ്, 2,000 ഡ്രൈവർ അവിടെ വെക്കുക. ഈ പറയുന്ന ഞാനാണെങ്കിലും വേറൊരു ഡ്രൈവറാണെങ്കിലും ഓൻ ഇതിനേക്കാട്ട് കഷ്ടപ്പാട് വീട്ടിലുണ്ടാവും. എന്നാൽ പോലും ഓൻ അന്ന് പണിയെടുത്തിട്ട് ആ പൈസ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ വാങ്ങുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛത്തോടെ കാണരുത്. അതറിയണമെങ്കിൽ അതിൽ പണിയെടുക്കണം. എനിക്ക് പണ്ട് ലോറി വലിയ വലിയ ലോറി വരുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം ഒരു സൈഡ് തരില്ല. സത്യം, മരമണ്ടി, ഈ സിമെൻറ്റ് വണ്ടിയൊക്കെ ദേഷ്യം പിടിക്കും എനിക്ക്. ഞാനൊക്കെ സത്യം പറയാം, ഇപ്പോഴും ഞാൻ പറയാലോ, തുറന്ന് പറയുകയാണ്. ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ അതൊക്കെ ഓണടിച്ചായിട്ട് വേർപ്പിക്കും സൈഡ് ഇടാൻ വേണ്ടിയിട്ട്. സൈഡ് ഇടാണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കയറിയിട്ടുമ്പോഴൊന്ന് ഇതാക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അതിൽ പണിയെടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിൽ ഞാൻ പണിയെടുക്കാത്തതിനെ കൊണ്ട്, എനിക്ക് ആ സൈഡ് തരാത്തതിനെ കൊണ്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിതേമാതിരി സിമെൻറ്റ് വണ്ടി പോയ സമയത്ത് എനിക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാണ് സൈഡ് തരാത്തത്, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോവാത്തത്. ഒന്നാമത് ഒരു പരമാവധി 10 കയറ്റി വരുന്ന വണ്ടി ഒന്നാമത് മൂവ് ആവില്ല. രണ്ടാമത് സൈഡ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറാനാവില്ല. അത് ആകെ ഇപ്പോൾ സിംഗിൾ ഡ്രൈവറായിരിക്കും. ഓനാടെ പെടും. അന്നത്തെ കൂലി, ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ മുതലാളികളുടെ ചീത്ത, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സൈഡ് ഇറക്കാത്തത്.
ഇത് ഞാൻ വലിയ വണ്ടി ലോറിയും ഈ മരവണ്ടിയുള്ള ആൾക്കാരോട് കളിക്കാണ്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. അവരെ കഷ്ടപ്പാടും മനസ്സിലാക്കുക. നമ്മളിൽ ചില ആൾക്കാരൊക്കെ ഓൺ അടിച്ചിട്ട് ഇവർ സൈഡ് തരൂല. അപ്പോൾ ഒരു ദേഷ്യം പിടിച്ചിട്ട് അടുപ്പിച്ചിട്ട് പോവാ. ഞാനും ചെയ്യില്ല, ഇഷ്ടം പോലെ ഞാൻ ചെയ്തിക്ക്. അപ്പം അതിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. സൈഡ് ഇറക്കി കഴിഞ്ഞാൽ കൊന്നാൽ അവർക്ക് സൈഡ് കിട്ടൂല. കാരണം ചെറിയ റോഡാണല്ലോ, ആ റോഡിൽ സൈഡ് ഇറക്കി കഴിഞ്ഞാൽ ഒരു ടയർ താന്നു പോയാൽ ചിലപ്പോൾ ആ ഓജാലും കാര്യമാണ് അവിടെ താന്നു പോകും. അന്ന് അവൻ്റെ കച്ചവടം പൂട്ടി പാവം. അവൻ്റെ വീട്ടിലേക്കുള്ള ചിലവ്, മുതലാളികളുടെ ചീത്ത എല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി മേല ഡാഷ് മോനെ ഞാനെ പറ്റി വേണേ പറഞ്ഞു, നിന്നെ പറ്റി പറഞ്ഞു, എന്ത് തോന്നാസം എന്നെ പറ്റി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എനിക്ക്. പക്ഷെ ഒരു തൊഴിലിനെ അപമാനിക്കരുത്. ഇനി മേല ഇനിയിപ്പോ നായിൻ്റെ മോനേന്നോ നീ ഇന്നലെ മറ്റോട്ടിക്ക് കുണ്ണേട്ടെന്ന് അങ്ങനെയും വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ഒരാൾ അഭിസംബോധന ചെയ്താൽ എനിക്കൊരു വിഷയമില്ല, എനിക്ക് നല്ല ആർക്കും വിഷയം ഉണ്ടാവില്ല. പക്ഷേ മൊത്തത്തിൽ അടക്കി ഒരാളെയും പറയരുത്. ഞാനൊരു ഡ്രൈവറാന്ന് വിചാരിച്ചിട്ട് ഇന്നോടുള്ള ദേഷ്യം ഒരു വിഭാഗത്തിലെ ആൾക്കാരോട് കളിക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത് അറിയോ? നാളെ നീയും എവിടെയെങ്കിലും വീണ് എടുക്കുമ്പോൾ എടുത്തുകൊണ്ടുപോകാൻ ഡ്രൈവർമാരെ ഉണ്ടാവും. സത്യം. അല്ലാണ്ട് ഒരാളും വരില്ല. ചിലപ്പോൾ ആംബുലൻസിൽ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിക്ക്, ഈ ആംബുലൻസിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ട്രാവലറും കൊണ്ടാണ് പോകുന്നത്. അവർക്ക് ആകെയുള്ള ധൈര്യം ആ സൈറനാ. ആ സൈറൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുക്കുന്നുള്ള ധൈര്യമാണ് അവർക്ക്. അത് ബൈ ചാൻസ് തട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ഡ്രൈവർ ഡെത്താ. ഒരൊറ്റ ഡ്രൈവറും ജീവിക്കൂല. ആംബുലൻസ് പോകുന്ന പോക്കിൽ ഇടിച്ചോ ഡ്രൈവർമാർ ജീവിക്കൂല, സ്പോട്ട് ഡെത്താ. അപ്പോൾ ഓൻ അത്ര റിസ്ക് എടുത്തിട്ട് ഓൻ ആ കളി കളിച്ച് മരണക്കളി കളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ജീവൻ രക്ഷിക്കാനാണ്. എന്നിട്ട് അവന് അതിനുള്ള കൂലി മേടിക്കുന്നത് എന്തുകൊണ്ടാ? ഓന്റെ വീട് ഒരിക്കലും അന്നം മുട്ടിപ്പോകരുത് എന്ന് കരുതിയിട്ടാണ്. കൂലി മേടിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൂലി മേടിക്കണ്ട നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ? ഈ കൂലി മേടിക്കാതിരുന്ന പെട്രോൾ വെറുതെ കിട്ടുമോ? വണ്ടീൻ്റെ ടാക്സ്, ഇൻഷുറൻസ്, പെർമിറ്റ്, ഇതാ ഇവള് വരയ്ക്കുന്ന കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന പെയിന്റ്, ഞാനിപ്പോൾ കാക്കി ഇടുന്നേക്ക് കാക്കി, എനിക്കിപ്പോൾ ഏട്ടാ ഞാൻ ബസ്സിൽ നിന്ന് കൂലി വാങ്ങല്ല കേട്ടോ, എനിക്ക് നിങ്ങൾ ഷർട്ട് വെറുതെ തരുമോ? ആരും തരൂല ഏട്ടാ, ഒരാളും തരൂല. ഈ ലോകത്ത് ഒരാളും പൈസ കൊടുക്കാണ്ട് ഒരു സാധനം തരില്ല. ചിലപ്പോൾ ഉണ്ടാവും പൈസ ഉള്ള ആൾ. പൈസ ഇല്ലാത്തവനെ അന്നേരം 500 റുപ്യാണ്, 500 റുപ്യ കൊണ്ടുവച്ചിട്ട് അവർ 200 കൂടി നാളത്തേൽ മാറ്റി വെച്ചിട്ട് ഒരു ഷർട്ട് വാങ്ങാം. അങ്ങനെ നടക്കുന്നവരുണ്ട്. അപ്പോൾ ഡ്രൈവർമാരെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ഫീൽഡിലുള്ള ആൾക്കാർ കുറ്റം പറയാനോ തള്ളി പറയാനോ കുറവാക്കാനോ കൊച്ചാക്കാനോ കാണരുത്. കാരണം ഈ പറയുന്ന ഡ്രൈവർമാരായിരിക്കും നാളാ വലിയ നിലയിൽ നിങ്ങളെ താങ്ങാനുണ്ടാവുകയും വീണ് കിടക്കുമ്പോൾ താങ്ങാൻ ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ നീയൊക്കെ റോഡ് കിടന്നു. ഏതൊരാളും ഞാനിപ്പോ പോകുന്ന പോക്കിൽ എന്തെങ്കിലും പറ്റി നിലത്ത് വീണ്ടെങ്കിൽ ഇന്നെ കൊണ്ടുപോകാൻ ഡ്രൈവർ ഉണ്ടാവുക. ആ വരുന്ന ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കും. ഇവന് പോയതൊരു വണ്ടിയിലാണെങ്കിൽ പോലും ആ വണ്ടിയിൽ ഇവന് തന്നെ ഓടിച്ചു പോകാൻ പറ്റൂല. മറ്റൊരു വണ്ടിയിൽ മറ്റൊരു ഡ്രൈവർ വിചാരിച്ചാലേ ഇവനൊന്ന് ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. ഏതൊരു കോമഡി പറഞ്ഞേക്ക്, ഞാൻ ആരെ മുമ്പിലും തല ഒതുക്കില്ല, ഒരാളെ മുമ്പിൽ അല്ലാണ്ട്. ബാർബറുടെ മുമ്പിൽ കണ്ടോ, നമ്മൾ ഏതൊരാളാണെങ്കിലും ഒരാളെ മുമ്പ് തല കുനിക്കും. അത് ബാർബറുടെ മുമ്പിലാണ്, ബാർബറിനല്ല ഏതൊരാളാണെങ്കിലും. ഇപ്പൊ ഞാൻ ആരെ മുമ്പിൽ തല കുനിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. നാളെ ഇപ്പം എനിക്കൊരു മുടി വെട്ടാൻ പോകണമെങ്കിൽ ഞാൻ കൊണ്ട് ഇങ്ങനെ കുത്തിക്കണം. അത് ഏതൊരാളും അങ്ങനെ. അതുകൊണ്ട് പുന്നാര പൂ ഏട്ടാ, ഇനി മേല ഡ്രൈവർമാരെന്നല്ല ഒരാളെ നീ തരം താത്തി പറയരുത്. പിന്നെ ഈ ഫേക്ക് ഐഡി അയച്ച് എൻ്റെ പേരും കാര്യമൊന്നും അറിയില്ല. അതിൽ തന്നെ മനസ്സിലാക്കി 2 തന്തയ്ക്ക് തരുന്ന ആൾക്കാരെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ പരിപാടി കാണിക്കൂ. ഷോ ഓഫ് കാണിക്കാനൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നേരം അന്നത്തിന് പോകുന്ന പാവപ്പെട്ട ആൾക്കാരെ മേക്കിട്ട് കയറിയാൽ അവർ പ്രതികരിച്ചില്ലെങ്കിലും പടച്ചോനുണ്ട് മുകളിൽ, അതെന്തായാലും കിട്ടും. കർമ്മല്ലെങ്കിലും കർമ്മ എന്ന് വെച്ചാൽ തിരിച്ചടി കിട്ടും. പക്ഷേ ഈ ചെയ്യുന്ന പാവത്തിനും ദ്രോഹത്തിനും കാരണം അവരെ കഷ്ടപ്പാടും കാര്യം അറിയുന്ന ഒരാൾ മുകളിലുണ്ട്. അതിനിപ്പോൾ ഏത് ഒടയതമ്പുരാൻ ചെയ്താലും അതോന് കിട്ടിക്കോളും. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രൈവർമാർ ജീവിക്കുന്നത്. ബോണറ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന ചൂടുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് നിന്ന് ഇപ്പോൾ കണ്ണൂർക്ക് എടുത്ത വണ്ടി 3-3.5 മണിക്കൂറുണ്ട് കണ്ണൂർക്ക്. ആ 3.5 മണിക്കൂർ ഇവൻ ഏടെ നിർത്തുക? സ്റ്റാൻഡിൽ. ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ആയിരിക്കും. ആ ബ്ലോക്ക് മുങ്ങിയാൽ നിർത്താനാവില്ല. ആ പോക്കുമ്പോൾ മൂത്രം ഒഴിക്കണമെങ്കിൽ ചിലപ്പോൾ പയ്യോളി എത്തി മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴേക്കും അടുത്ത വണ്ടി വരിക. മൂത്രം വരെ പിടിച്ച് നിപ്പിച്ചിട്ട് വേണം അടുത്ത സ്റ്റാൻഡിൽ പോയാൽ. പല ആൾക്കാർക്കും മൂത്രത്തിൽ
കല്ല് വരുന്നതും വേദന വരുന്നതും ഇതുകൊണ്ടൊക്കെയാണ്. പിന്നെ ചില ഡ്രൈവർമാർ കണ്ട് കുടവയറെന്നൊക്കെ അത് തിന്ന് കഴിഞ്ഞിട്ട് ആ ഇരുത്തിരിക്കുന്നതിനെ കൊണ്ടാണ്. അല്ലാണ്ട് ഒരു വയറ് ചാടിയിട്ട് ബോറായി നിൽക്കുന്ന ആൾക്കാരൊന്നും ആയിട്ടല്ല. തിന്നേം പാടൊക്കെ ഏത് ചിലപ്പം ഫുള്ള് ചോറ് വാങ്ങിയിട്ട് 2 ഉരുള വായിലേക്ക് ഇട്ടിട്ട് അതേമാതിരി വെള്ളം കുടിച്ചാൽ ഓടി വണ്ടി എടുക്കായിരിക്കും. ആ ഇരുത്തിരിക്കുന്നതിനെ കൊണ്ട് ചില ആൾക്കാർക്ക് കുടവയറ് വരുന്നത്. പിന്നെ ക്ലീനർമാർ, അതും ആ ഒരു ഫീൽഡിലുള്ള അവർക്ക് വെരിക്കവും കാര്യങ്ങളും വരുന്ന ഫുൾ ടൈം നിൽക്കുന്നതിനെ കൊണ്ടാണ്. ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈ പണിക്കൊക്കെ നിൽക്കുന്നെന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ക്ലീനർ പണി അവിടുന്ന് എന്ന് കൂലി പറഞ്ഞാൽ വാങ്ങാതെ പോവാൻ ആർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തായാലും നിൽക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയാം. എനിക്ക് ആ ഒരു ഈ പണിക്ക് വരെ എനിക്ക് കാലൊക്കെ വെരിക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നിട്ടും നിർത്തൂല. കാരണം അത് നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പണിക്ക് പോകാൻ വേറെ അല്ല. ചിലപ്പം വേറൊരു പണി അറിയാത്തായിരിക്കും. എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിയില്ല, മടിയാ. സത്യം പറയുന്നത് എന്താ, തേപ്പ് കെട്ട് പെയിൻറ്റിങ് ഒരു സാധനം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒന്നിനിട്ട് പോകലുമില്ല. ഞാൻ ഇത്ര ദിവസം ഇപ്പോൾ ഒരാഴ്ച ഞാൻ ലീവാക്കിയതാ. വണ്ടിക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വണ്ടിപ്പണി മാത്രമേ ഈ വണ്ടിയിലേ ഞാൻ പോകലുള്ളൂ. അതേമാതിരി പലർക്കും പല കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. എനിക്ക് വണ്ടിപ്പണി അറിയും, വണ്ടി ഓടിക്കാനേ അറിയൂ. പക്ഷേ ഒരു പക്ഷേ ഈ ഒരു കമന്റ് ഇട്ട ആളും ഒരു കാറെങ്കിലും ഓടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മേ ബി ഇല്ല പറയാൻ പറ്റൂല. ഇല്ല, കാരണം ഡ്രൈവർമാർ പൈസ ഇല്ലാണ്ട് പോകുന്ന ഡ്രൈവർമാരെ കുറ്റം പറയുന്ന ആൾക്കാർ ഒരിക്കലും ഡ്രൈവർ ആവില്ല. അവനെന്തോ നമ്മുടെ ഗണേശ് സാറ്, ഏത് നമ്മുടെ KSRTC ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് മന്ത്രി മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, വണ്ടി എല്ലാവർക്കും ഓടിക്കാൻ അറിയാം, അത് കൈകാര്യം എല്ലാവർക്കും. ചെയ്യാനാണ് പക്ഷെ എങ്ങനെ ഓടിക്കണം എന്ന് ഒരാൾക്കും അറിയാം. കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കുക, ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നേരത്തെ ആക്സിഡന്റാ അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് കണ്ടിക്ക് ഒരു KSRTC ഒരാൾ നടന്നു പോകുന്ന, അയാൾ ലെഫ്റ്റ് സൈഡിൽ കൂടി നടന്നു വരിക, ഓപ്പോസിറ്റ് അതേ സൈഡിൽ കൂടി വരുന്ന KSRTC അയാളെ തട്ടി അങ്ങ് പോയി. അതേമാതിരി പ്രൈവറ്റ് ബസ് ഉണ്ട്, KSRTC എന്ന് പറയല്ല. ഇതൊന്നും ആരും കൊല്ലാൻ വേണ്ടി ചെയ്യുന്നല്ല. ആ KSRTC ഡ്രൈവർ ആ ഒരു വയസ്സൻ വരുന്നവനെ അങ്ങ് തട്ടിയേക്കാം, അങ്ങനെ വിചാരിച്ചൊന്നുമില്ല. ചിലപ്പോൾ എന്തോ ടയറിൻ്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയതോ ബ്രേക്ക് ഔട്ടുമ്പോൾ പെടലിതായതോ അങ്ങനെയൊക്കെ ആവാം. അപ്പോഴേക്ക് ഓൻ കള്ളു കുടിച്ചിട്ടാ, ഓൻ MDMA, ഓൻ കഞ്ചാവാ. ഒരാൾ തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാവരെയും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനി മേലെ ഒരു ഫീൽഡിലെ ആൾക്കാരെ കുറ്റം പറയേ തന്തയ്ക്ക് പറക്കാത്ത നീ മെനക്കെടരുത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതല്ല ശരിക്കും കുറെ പറയാനുണ്ട്. ഇനി നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും മുഷിപ്പായിരിക്കും, എല്ലാവർക്കും കാണാനും പറ്റിയല്ല കേൾക്കാനും പറ്റിയുണ്ടാവില്ല. അപ്പോൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, വണ്ടിപ്പണി മാത്രം എല്ലാ ഫീൽഡിലും. അതുകൊണ്ട് കൂടുതൽ ഞാൻ വളവളാന്ന് വെച്ചിട്ട് ഇന്നെ തന്നെ ആർക്കും കണ്ടുകൂടാണ്ടായിപ്പോ. അതുകൊണ്ട് ഞാൻ നിർത്തുക. അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞിട്ട് ബൈ ബൈ ഫ്രം ജസ്റ്റ് അസലയും. ഓക്കെ. ഇനി ആരും ഫ്രീ ആയിട്ട് പോയിട്ടില്ല എന്ന് പറയണ്ട, പലരും ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട്. ഇവൻ സഹിതം ഞാൻ സഹിതം ഒക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കുറെ പറയണുണ്ട്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം ഇപ്പൊ തന്നെ സമയം ഒരുപാട് സമയമായി. അപ്പൊ കാണുന്നവർക്കും ബോറായിരിക്കും, നമുക്കും ബോറായിരിക്കും. അതുകൊണ്ട് സുല. ഓക്കെ ബൈ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ.